ഫോൺ അടിക്കണ്ടല്ലോ. ആരെണ്ണാവോ നോട്ടെ. ഹലോ, ആ ബാബു അല്ലേ? പിന്നല്ല, തകർക്കണ്ടേ? പിന്നല്ല, പറഞ്ഞ സാധനങ്ങളൊക്കെ മേടിച്ചിട്ടില്ലേ? അതെല്ലാം അടിപൊളി. നമുക്കേ നേരത്തെ വായു. ഓക്കെ ഓക്കെ, ഞാനൊരു അരമണിക്കൂർ നേരത്തെ എത്താട്ടാ. ഓക്കെ ഓക്കെ ശരി. ഓക്കെ, അവിടെ വെച്ച് കാണാം നമുക്ക്. ഓക്കെ ഓക്കെ ശരി ശരി, ഓക്കെ. ആരാണ് വിളിച്ചത്? ബാബുന്ന് വിളിച്ചത്. എന്താണ് ഭയങ്കര ഉഷാറിലായിരുന്നല്ല വർത്താനം? ഇന്ന് ഞങ്ങളുടെ റീയൂണിയൻ ആണ്. ഏത് റിയൂണിയൻ? 10ാം ക്ലാസ്സിലെ റീയൂണിയനേ. പോണുണ്ടോ അതിന്? പിന്നെ വൈകുന്നേരം ഫുഡ് വേണ്ടാട്ടാ. ആരൊക്കെ ഉണ്ടാവും? ഞങ്ങളുടെ ടീമുകളൊക്കെ ഉണ്ടാവും. എവിടെയൊക്കെ പോയാലും ശരി 10 മണിക്കുള്ളിൽ ഇവിടെ എത്തിക്കൊള്ളണം. അത് പിന്നെ ഞാൻ എപ്പോഴും അങ്ങനെ തന്നെയല്ലേ, 10 മണിക്ക് മുമ്പ് എപ്പോഴും എത്താറില്ലേ? ആ, റീയൂണിയന് പോണതൊക്കെ ശരി തന്നെ. അടുത്ത ആഴ്ച എനിക്കുണ്ട് ഒരു റീയൂണിയൻ. അപ്പൊ എനിക്കും പോകാലേ? അതെവിടെ? ഞാൻ പഠിച്ച കോളേജില്. ആ, കോളേജിൽ വെച്ചിട്ട് തന്നെയാണ് പരിപാടി. ആ, കോളേജ് ഓഡിറ്റോറിയത്തില്. നിങ്ങൾ മിക്സഡ് അല്ലായിരുന്നു? ആ, മിക്സഡ് ആയിരുന്നു. പിന്നെ ആലോചിച്ചിട്ട് പോയ പോരെ. എന്തുട്ട് എത്ര ആലോചിക്കാൻ? അല്ല, ആണുങ്ങളും പെണ്ണുങ്ങളൊക്കെ ഉള്ളതല്ലേ. ഇപ്പൊ കല്യാണം കഴിഞ്ഞ് നിങ്ങൾ ഇത്രയും വലുതൊക്കെ ആയില്ലേ, ഇപ്പൊ ആണുങ്ങളെ കണ്ട കാര്യം എന്തിരിക്കണ്? ആ, തന്നെയാ ഞാനും പറയണത്, പക്വതയായില്ലേ? ആ, അപ്പൊ അടുത്ത ആഴ്ച ഞാൻ റീയൂണിയനും പോവും ചെയ്യും. എനിക്ക് പുതിയ സാരി മേടിച്ചേരാം. എനിക്ക് പുതിയത് കൊടുത്തിട്ട് തന്നെ പോണം. ഒരു സാരി അല്ല, 2 സാരി മേടിച്ചരാ. നമുക്ക് ആ ദിവസം എറണാകുളത്തൊന്ന് കറങ്ങുകയും ചെയ്യാം, നല്ല ഫുഡും കഴിക്കാം. റീയൂണിയന്റെ കാര്യം നമുക്കൊന്ന് ആലോചിച്ചിട്ട് പോരെ. അതെന്താ അങ്ങനെ? അല്ലെങ്കിൽ എനിക്കറിയാം എന്റെ കാര്യം വരുമ്പോ ഒക്കെ കോംപ്രമൈസാ. ഇയാൾക്ക് എന്തോ ആവാ. എന്റെ കാര്യങ്ങൾ ഞാൻ ആവശ്യപ്പെടുമ്പോ ഇങ്ങനെയാണ് ഓരോരോ മുട്ടുന്യായങ്ങളും. എറണാകുളത്ത് കൊണ്ടുപോവാന്ന്. എറണാകുളത്തുണ്ടാവാ. 2 സാരി 2 സാരിയും മേടിച്ചരാ. അന്നെങ്കിൽ ജയലക്ഷ്മിയിൽ തന്നെ കയറണം. ശരി, ജയലക്ഷ്മി തന്നെ കേട്ടാ. ഓക്കെ, അപ്പൊ ഒക്കെ പറഞ്ഞ പോലെ ചെയ്യാം. അപ്പൊ ഞാൻ വൈകുന്നേരം വരുമ്പോ ഇത്തിരി വൈകുണ്ടാ, യൂണിയൻ കഴിഞ്ഞിട്ട് വരുള്ളൂ. ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ, ഇവിടെ പോയാലും 10 മണി. ഓക്കെ ഹെൽമെറ്റ്. ശരി എന്നാ.